ബഹുമാന്യരെ, വികാസ് ആദ്യകാലം മുതൽ നാടകം കളിക്കുന്നതിന് അരങ്ങൊരുക്കിയിരുന്നു. യശശരീരനായ പ്രശസ്ത നാടകകൃത്ത് NB ത്രിവിക്രമൻ പിള്ളയാണ് ആദ്യ ഗുരു. കാറ്റെന്ന നാടകം അണിയിച്ചൊരുക്കിയത് അദ്ദേഹമായിരുന്നു. 15 നാടകങ്ങൾ വികാസ് അവതരിപ്പിച്ചിട്ടുണ്ട്. തോപ്പിൽ ഭാസിയുടെയും PJ ആന്റണിയുടേതുമായിരുന്നു മിക്കവയും. കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്ന അതിപ്രശസ്ത നാടകവും ഉണ്ടായിരുന്നു. അന്തരിച്ച പയ്യന്നൂർ ബാബുപിള്ളയുടെ അതീവ താല്പര്യമായിരുന്നു അതിനു പിന്നിൽ. സ്ത്രീ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അന്തരിച്ച തങ്കപ്പൻ സാറിനെയും സ്മരിക്കുന്നു. ഗൗരവമുള്ള ചില സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് കഴിഞ്ഞ നാടകമായ കൃഷ്ണൻകുട്ടിയുടെ വീട് പാലുകാച്ചൽ എന്ന നാടകത്തിലൂടെ ശ്രമിച്ചത്. നിരവധി വേദികളിൽ ആ നാടകം കളിക്കുകയും ചെയ്തു. ഈ വർഷവും വളരെ സജീവമായ സാമൂഹ്യ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ മനുഷ്യരുടെ ശരാശരി ആയുസ് 75 കടക്കുന്നു. 2030 ആകുമ്പോഴേക്കും വഴിയിൽ കണ്ടുമുട്ടുന്ന 100 പേരിൽ 35 പേരും 60 വയസ്സ് കഴിഞ്ഞവരാകും. ഇവരെയൊക്കെ വീട്ടിൽ കൂട്ടിരുന്ന് സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. ഗവൺമെന്റും സമൂഹവും കണ്ടെത്തുന്ന എളുപ്പ വഴികൾ പ്രശ്നപരിഹാരമാകണമെന്നുമില്ല. അങ്ങനെ വയസ്സായി രോഗികളായ 2 മനുഷ്യരുടെ നിലനിൽപ്പിന്റെ കഥയാണ് കുമാരസംഭവം. വികാസ് ഒരു പ്രൊഫഷണൽ സംഘമല്ല. പരിശീലന കളരിയിലൂടെ മെയ്വഴക്കം സിദ്ധിച്ചവരുമല്ല. വികാസിന്റെ അംഗങ്ങളിൽ നാടകം കളിക്കാൻ താല്പര്യം കാട്ടിയവരാണ് അഭിനേതാക്കൾ. ഈ നാടകത്തെക്കുറിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല. ആദ്യ അവതരണം എന്ന നിലയിലുണ്ടാകുന്ന പിശകുകൾ ഗൗരവമായി കാണരുത്. നാടകം കാണുന്നവർക്ക് സുപരിചിതരായവർ അഭിനയിക്കുമ്പോൾ നമ്മൾ അവരുടെ പേരുകൾ ഉച്ചത്തിൽ പറയാനുള്ള പ്രവണതയുണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത്. നാടകത്തെ അത് സാരമായി ബാധിക്കും. സംഭാഷണ പ്രധാനമാണ് നാടകം. ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് നാടകത്തിന്റെ ആത്മാവിനെ ബാധിക്കും. ഇടവേളയില്ല. നിശബ്ദമായ അന്തരീക്ഷമൊരുക്കി വികാസിനോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗാനങ്ങൾ ചവറ KS പിള്ള, ആലാപനം മാധുകുമാരൻ, പശ്ചാത്തല സംഗീതം റെക്കോർഡിംഗ് ഗ്രീൻ ഓഡിയോസ് വെളുത്തമണൽ, പശ്ചാത്തല സംഗീത നിയന്ത്രണം അജിത് ഉത്തമൻ, ചമയം നിഷ വിനോദ്, ശബ്ദം RJ രഘുനന്ദൻ, വെളിച്ച നിയന്ത്രണം മണി തെക്കുംഭാഗം, സൗണ്ട് ബിജു സൗണ്ട്, രംഗസജ്ജീകരണം രവീന്ദ്രൻ, കുമാരൻ, അജിത്. രംഗസജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയ അനിൽ പാലവിള, പ്രോഗ്രാം ഏജന്റ് ശ്രീ ചന്ദ്രബാബു എന്നിവരോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. അഭിനേതാക്കൾ: G ബിജുകുമാർ, H അനീഷ്, C സുഭാഷ്, അനന്തുകൃഷ്ണൻ, അരവിന്ദ് A, ശ്രീജേഷ് V, അശ്വിൻ ബാബു, T ഓമനക്കുട്ടൻ, R ഗോപിനാഥൻ നായർ, രാജു ജോർജ്, C വേണു, അഡ്വക്കേറ്റ് സ്മിത A ഭദ്രൻ, നിഖില സുഭാഷ്. നാടകരചന ബാബു വികാസ്. സംവിധാനം മോഹൻ മൈനാഗപ്പള്ളി. ഏവരുടെയും അനുവാദത്തോടെ നാടകം ആരംഭിക്കുന്നു. കുമാരസംഭവം. പുതുയുഗത്തിരവിലൻ ശംഖുളി കേൾക്കയായി അരുണോദയത്തിന്റെ നവകാന്തി വിരികയായി ചന്ദ്രിനെ പാടുമായി ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വികാസം ചിരാതുകൾ, ഞങ്ങൾ വികാസം ചിരാതുകൾ, ഞങ്ങൾ വികാസം ചിരാതുകൾ, ഞങ്ങൾ വികാസം ചിരാതുകൾ. ഇരുളിനോടെതിരിട്ടു പൊരുതാം നമുക്കിനി പുതുവെളിച്ചത്തിന്റെ തെളിവിളക്കാകാം. ഇരുളിനോടെതിരിട്ടു പൊരുതാം നമുക്കിനി പുതുവെളിച്ചത്തിന്റെ തെളിവിളക്കാകാം. വിരിയട്ടെ മാനവ സ്നേഹ സൗഗന്ധികം, ചൊരിയട്ടെ നമ്മളൊന്നെന്ന മന്ത്രം, നമ്മൾ വികാസം
ഒരിച്ചിരി നേരം പാപ്പ വെറുതെ ഇരിക്കാൻ സമ്മതിക്കോ? ഞാനെന്ത് പാപ്പ ബംഗാളി വല്ല ആവാം. ഈ കണക്കിന് ഈ കട ബംഗാളി തീർക്കേണ്ടി വരുമല്ലോടാ. ഇവിടെ ഇരിക്കുന്ന കൊണ്ടു തീർക്കാന് നിനക്ക് 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. നേരം വെളുക്കുമ്പോഴേ എന്റെ മേക്കോട് കയറും. ഞാൻ പറഞ്ഞേ കോളേജിൽ പോകാത്തോണ്ടാ വാപ്പയെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചേ. അന്നേരം വല്ലയോ ഒരു 100 കൂട്ടം ജോലി വാപ്പയ്ക്ക് പറഞ്ഞു തരുവാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനെന്ത് വാപ്പ കുപ്പിന്ന് ഇറങ്ങിയെന്ന പൂതം വെള്ളം വാങ്ങും? ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഇപ്പോഴേ മക്കളെ മേടിച്ച് കഴിയേണ്ട കാലമാ. ഞാനൊന്നും മിണ്ടുന്നില്ല. എനിക്ക് അകത്ത് ജോലിയുണ്ട്. അതാ നല്ലത്. എനിക്കറിയാം ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ. ഞാൻ തന്നെ ഇനി ചെയ്തോണ്ടിരിക്കുന്നേ. വാപ്പയുടെ നിർദ്ദേശം വേണോ? നിന്റെ വാപ്പാന്റെ അടുത്ത കാണിപ്പിച്ചിരി ഒരു കടുപ്പത്തിന് ചായ നല്ല കടുപ്പത്തിന് ചായ കിടക്കുന്ന അടുത്ത എന്റെ അവസരം പറമേശ്ശേരി എനിക്ക് രണ്ടു നോക്കട്ടെ. ഈ നടുവിനും കയ്യിനും എല്ലാം ഭയങ്കര വേദനകളും മുട്ടിന് കീഴ്പോട്ടാണ് ഭയങ്കര കഴപ്പ്. അതിനായിട്ട് എന്നെ കുഴപ്പമൊന്നും സഹിക്കാൻ വയ്യ. മേശ്ശേരി അതാണ് മേശ്ശേരി നമ്മുടെ ആളല്ലേ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ഒറ്റമൂലിയുണ്ട്. ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനെന്തിനാണ് വേറെ അടുത്ത് പറയുന്നത്? എന്റെ പേര് വന്നിന് ഞങ്ങളിവിടെ പൊരിപ്പിനെടുക്കുന്ന എണ്ണ ഇല്ലയോ, മിച്ചം വരുന്ന എണ്ണ അടുത്ത തവണത്തേക്ക് ഞങ്ങൾ എടുത്തു വെക്കും. അതിനല്ലോ മേശ്ശേരി 2-3 ആഴ്ച ഞങ്ങളുടെ പൊരിപ്പ്. അത് കഴിയുമ്പോ ഈ എണ്ണ ഒരു കുഴമ്പ് പരുവത്തിലാവും. ഞങ്ങൾ അതിനെ കീഴനെണ്ണ വിളിക്കുന്നത്. ഞങ്ങളൊരു കൊച്ചു കുപ്പിക്കകത്തെടുത്ത് ഇങ്ങനെ വെക്കും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിലേ ഞങ്ങൾ അതവിടെ ഇട്ട് വേദന മേശ്ശേരിക്ക് എത്തി തരാം. അതെ എനിക്ക് വേണ്ടടാ, നിന്റെ വാപ്പായ്പൺ കൊടു. വേണ്ടാക്കി വേണ്ട. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞതാ. ഇതാ നല്ല കാര്യം. ചായ അങ്ങോട്ട് കൊടുവാ. എത്ര നേരമായിട്ട് വന്നിരിക്കുവോ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലോടാ കീടത്തിന്റെ ആരും പറഞ്ഞു കൊടുക്കരുതെന്ന്. പറഞ്ഞതിന്റെ അങ്ങനെ എവിടെ നിന്ന് പറയുന്നറിയോ? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണോ ഈ ഉടായപ്പന്റെ ഉസ്താദിനെ പറ്റിക്കണമെന്നല്ലേ പടച്ച തമ്പുരാൻ പോലും പറ്റത്തില്ല. ഞങ്ങളെ ഇവിടെ ഈ പൊരിപ്പ് സാധനം എങ്ങനെ ഒരു വില കുറച്ചാണോ നോക്കുക. പറ്റിക്കുക പോലും ഒരു പ്രധാനം എങ്ങനെ വില കുറച്ച് കൊടുക്കാന്ന്. മായഞ്ചേരൊക്കെ നല്ല വെളിച്ചെണ്ണൊക്കെ 180 രൂപ എടുക്കണം. മായഞ്ചേരൻ എന്തൊക്കെ അവർ പൊരിക്കുന്നത് അതിന് 80 രൂപ നല്ല ഉണ്ട്. പിന്നെ ഇങ്ങനെ പൊരിപ്പുതാനും ചുമ്മാ കൊടുത്തു വിടാനോ. എല്ലാ മാസവും മേശരിക്കൂല് 100 രൂപ കൂട്ടുക. ആടുത്തും ചോദിക്കാൻ പറയാൻ ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നേ പറയടാ. ഈ മേശരിയായിട്ട് ഉടക്കാൻ നിൽക്കില്ലേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലയോ? 10-40 പണിക്കാരുള്ളേ ഇല്ലയോ അപ്പ? നമ്മുടെ കച്ചവടം ഒന്നും പോത്തില്ലയോ? നിങ്ങൾ എന്തൊരു പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്നത്? മേശരി മേശരി ഞങ്ങളുടെ ഒരു പ്രൊമോട്ടർ അല്ലയോ? ഈയിടെയായിട്ട് അല്പം ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നല്ല റാമറല്ലയോ? മാസ്ക് വെച്ച സുന്ദരല്ലയോ? ശരിയാണ് നീ പറഞ്ഞത്. ഞാൻ സൈക്കിൾ ചെല്ലുമ്പോഴേ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് എനിക്ക് നല്ല ഗ്ലാമറാണ്. മേശരി ഭയങ്കര ബിസിയല്ലയോ? 10-40 പേരെ വിവിധ സൈറ്റുകളിൽ പോയി നോക്കണം. നോട്ടം മാത്രമേ ഉള്ളൂ പാപ്പ, ജോലിയൊന്നും ചെയ്യണ്ട. എന്നാലും വൈകുന്നേരമേ ഡബിള് കൂടി ഒപ്പിക്കുന്നത്. അതെങ്ങനെയാണോ? അതൊക്കെ ഒരു സീക്രട്ട് ആണ് പാപ്പോ. വീട് പണി ആരംഭിക്കുമ്പോഴേ ദക്ഷിണ ഇല്ലയോ? സ്ഥാനം നോക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് ആദ്യത്തെ ദക്ഷിണ വാങ്ങിക്കുന്നത്. പിന്നെ സ്ഥാനം നോക്കുമ്പോ കല്ലിടുമ്പോ കട്ടവെപ്പ്, വാർപ്പ്, വാസ്തുപണി അങ്ങനെ മൊത്തത്തിൽ ദക്ഷിണമായോ. പിന്നെ പരാശരിയിലൊന്നും 2 ജോഡി ഡ്രസ്സും ആ പുള്ളിക്ക്. പിന്നെ നമ്മുടെ മേശരിക്ക് വേറെ ഒരു ഏർപ്പാടുണ്ട് ഇപ്പൊ. അല്ല അതെന്തോടാ? പെണ്ണുങ്ങളെ
തിരുവാതിര കളി പഠിപ്പിക്കും. ഓ അതും തുടങ്ങിയെന്നോ? പിന്നെന്താ മേശിരി? പിന്നെന്താ അവിടെ കളിച്ചു അവൻ ചുമ്മാ പറയുന്നതാ. മേശിരി എന്നോട് കള്ളം പറയുന്നു. അയ്യോ അവൻ ചുമ്മാ പറയുന്നതാ. ഞാൻ കാണിക്ക്. കാല് വയ്യാന്ന്. അതൊക്കെ മാറും. ഞങ്ങള് രണ്ടുപേരല്ലേ ഉള്ളു. നിങ്ങൾക്ക് ആ പെണ്ണുങ്ങളുടെ നിന്റെ മുഖയിലാണ്ടൊക്കെ പാട്ടോട്ടെന്ന് പറയാൻ കാണിക്കാം. പയ്യാനൊന്ന് കാണിക്കാം. നിങ്ങൾ കളി ഞാൻ പാട്ട് ആ നിക്കട്ടെ. ആ ആലയതര വേണം അടുത്തോരമ്പലം വേണം ആനിനു ചേർന്നൊരു കുളവും വേണം ആലയതര വേണം അടുത്തോരമ്പലം വേണം ആനിനു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കുളിച്ചു ചെന്താകം പുകാൻ ചന്ദനം വേണം രണ്ട് കോജാക്കിന്റെ വെയിറ്റാണ്. വയ്യ സഹിക്കാൻ പറ്റില്ല. വടവും പോടാ. ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് വയ്യ. ബാപ്പു ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വഴി കേട്ടോ. പിന്നെ ഒരു സുഖമുള്ളത് ഒരു വരുമാനം ഒന്ന് നിലച്ചില്ലയോ, അത് നമുക്ക് സന്തോഷിച്ചതായോ കണ്ടു നോക്കാം. അപ്പൊ മേശരിക്ക് ഭയങ്കര വരുമാനമാ. എല്ലാ സൈറ്റിലും പോയി ആൾക്കാരെ കൊണ്ട് പണിയിരിക്കും, അതറിയാവോ? ആ പറഞ്ഞേ എന്റെ ഒന്നുമില്ലാതായി. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ പെണ്ണുമുള്ള കണ്ണുകൂട്ടി കാശൊക്കെ മേടിക്കാം. ഇനി എന്തായാലും കാശ് ബാപ്പു ഒന്നും എനിക്ക് സഹിക്കാൻ. ചിലപ്പോ ശരിയായിരിക്കും. എനിക്കറിയാൻ പെണ്ണുള്ള അവരെങ്ങനെ നമ്മുടെ ബോസല്ലേ നമ്മുടെ സന്താസന്റെ ഇപ്പൊ വരും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ. എല്ലാ ദിവസവും പണി തരുന്നോ? അത് പോരായോ? എല്ലാ ദിവസവും പണി എന്നിട്ട് പറഞ്ഞിട്ട് കഥ ഉണ്ടോ? കാശൊക്കെ തരാൻ വലിയ പാടായി ഇപ്പൊ. ഓ, ഞാൻ ഇരിക്കട്ടെ. ഓ, വേദന ഉണ്ടോ? വേറെ ഉണ്ടോ നവാസേ? സമയം എന്താ വേണം സൈറ്റിലൊക്കെ ഒന്ന് പോണേ. മണി 8:30 കഴിഞ്ഞ് മേശിരി. ആ, ഇപ്പൊ സൈറ്റിൽ പോകുന്ന എനിക്ക് കഴിഞ്ഞ് വീട്ടോട്ട് എല്ലാം പറ്റുള്ളൂ. പുറം പൊടിയെങ്കിൽ പിന്നെ ഞാൻ ബാഗ് ആ എന്നാ പോയിട്ട് വാ. അല്ലേ നിന്റെ മാമാടെ ഇറങ്ങണമെങ്കിൽ വാങ്ങില്ലോ പോക്കണമെങ്കിൽ വാങ്ങില്ലോ. എന്നെ ഈ പരിപാടിയാക്കോ എനിക്ക് വീട്ടിൽ പോകാനോ സുഖമായിട്ട്. ഓ സഹിക്കാം വയ്യ. ബാബു ആ മേശിരിയുടെ കാര്യം കണ്ട പുകയാ. പുറം പൊടിയിരുന്നു പെണ്ണുമ്പിളത്തിന്റെ കിണറും. എല്ലാത്തിനും കാരണം നീയാണല്ലേ? ഞാനെന്ത് പറഞ്ഞേ? ഞാൻ അങ്ങനോട് ഒരു ഡാൻസ് കളിക്കാനായിട്ട് പറഞ്ഞേ. പാപ്പ എന്റെ ദേഹത്തോട്ട് ഉണ്ടാക്കുന്നതിന് ഇതാ, ആ നടുവയ്യാത്ത മനുഷ്യരുടെ ഡാൻസ് കളിക്കാൻ പറഞ്ഞ എന്തിനാണ് വൈകുന്നേരേ പണി കഴിയുമ്പോ അങ്ങനെ കാണുമ്പോ പാപ്പ ഓ പടച്ചാമ്പുരാൻ പോലും തോറ്റു പോകും പാപ്പ അങ്ങനെ. പാപ്പ ഇല്ലേ ഇന്ത്യയുടെ കഥയുണ്ട്. ഞാൻ ഇൻസിഡന്റ് കണ്ടോട്ടെ. ഇത് ശല്യപ്പെടുത്തല്ലേ? ആ പിന്നെ പാപ്പ ഒറ്റയ്ക്കിട്ട് बहुत बड़ा ओवर चाहिए. शाहिन शाह अफरीदी का ओवर है ये. बड़ी बाउंड्री पीछे फील्डर रहता है तो रहता. ये वन बाउंस चौका है या फिर ये छक्का है. इनसाइड आउट दो तो यहाँ पे भी है. तीसरा शॉट ढूंढ पाएंगे. तीसरा छोड़िए चौका मिल जाएगा. ഇതൊക്കെ എന്നെ ഏൽപ്പിക്കുന്നതിനാ പാപ്പ. എന്നോട് പറയുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് പോയി വാങ്ങിച്ചൂടായോ? അല്ലേ പാപ്പ പോ പാപ്പയാണ് പാപ്പ. ഒരു പാപ്പ ഓ, ആ സാറേ വലിയ കുഴപ്പമായി സാർ പാപ്പയെ കൊണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. സമാധാനപ്പെടുന്നു. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങള്? ഇങ്ങനെ പോന്ന് പരിപ്പോടെ കൊണ്ട് സാറേ എടുത്ത് നല്ല സാധനമാ. നല്ല സാധനം പറ്റിയ സാധനം കഴിച്ചുകൂടായത്. ഇപ്പോഴേ നമ്മുടെ പഴയ പലഹാരങ്ങളുണ്ടല്ലോ, ആ നാടൻ പലഹാരങ്ങൾ ഇതൊക്കെയാ ഇഡ്ഡലി പുതിയേക്കാൾ കുഴക്കട്ട കുഴക്കട്ട പറ്റുന്നുണ്ടല്ലോ.
ഇലയടാ ഇലയപ്പം ശരിയാക്കാം സാറേ. ഇത് കച്ചവടം ഒന്ന് കച്ചവടിക്കട്ടെ. ഓട്ടട കണ്ടിട്ടുണ്ടോ? ഓട്ടട ശരിയാക്കാം. എന്തോ ശരിയാക്കാന്ന് ഇതിനെക്കാട്ട് വളരെ പ്രചാരത്തിലുള്ള പലഹാരങ്ങളാ കേട്ടോ. ഇപ്പൊ എല്ലാം വിരിഞ്ഞേരി കൊണ്ട് വിൽക്കുന്ന സാധനം ശരിയാക്കാം സാറേ. അതായത് നമ്മുടെ ചായയുടെ ഒരു മാറ്റാണ് കേട്ടോ. കോട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളു. ശരിയാക്കാം സാറേ. പത്രം വന്നിരിക്കും. എന്താ പാപ്പ ഞാൻ പത്രം എടുത്ത് പറഞ്ഞ സാറിന് വീട്ടിൽ പത്രം വരുത്തിയാലുണ്ട് അവര് ചലമക്കുളം നോക്കാനായിരിക്കും. പത്രം വായിക്കുന്നവരാണ്. 3 ചായ 3 ടിപ്പർ. ആ പെൻഷൻകാരാ നമ്മള്. പഞ്ചസാര ലാഭമാ. ഈ പെൻഷൻകാരത്ര പത്രം വായിക്കുന്നുള്ളൂ. അത് പിന്നെ പാപ്പോ പെൻഷൻ പറ്റിയ പിന്നെ എന്തോ പാപ്പ പരിപാടി. രാവിലെ എണീക്കുമ്പോഴേ ഷുഗർ പ്രഷറും പോയി നോക്കും. പിന്നെ പത്രത്തിൽ ആള് നോക്കുന്നതേ ചരമകളോ അല്ലയോ അതെന്താണാ? മരണപ്പേടി എന്ന് പാപ്പ. ഈ നടക്കണം അവസ്ഥ ചുമ്മാ പറഞ്ഞോ അടി സവാസേ, ഞങ്ങളൊക്കെ പെൻഷൻകാരാണെങ്കിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് പണിതു കൊടുക്കാൻ കഷ്ടപ്പെടുന്ന ഞങ്ങൾ ആക്ഷേപിക്കില്ല സവാസേ. അതൊക്കെ നല്ല കാര്യമാണ്. അതിനൊന്നും നമ്മളൊന്നും പറയത്തില്ല. അവനൊരു തമാശ പറഞ്ഞതല്ലയോ സാറേ? അങ്ങ് ക്ഷമിച്ചുകൂടായോ? അത് പോട്ടെ. സർവീസ് ചെയ്ത് കിട്ടിയതിന് ശേഷം ആകെ നിരാശയാണ്. അധികാരവും ഒഴിഞ്ഞു. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ കയ്യില് പാകപ്പാട് നിരാശ മാത്രമല്ല ഇപ്പൊ ആഫീസിലോട്ട് കയറുന്നതിന്റെ കഴിയും. സാർ പറയാൻ ശരിയാ. ഇന്നലെ വരെ സാറേ വിളിച്ചവർക്കൊക്കെ ഒരു പുച്ഛമാണ്. വീട്ടിൽ ചെന്നാലോ നമ്മുടെ മക്കൾക്ക് പോലും പഴയ ബഹുമാനമൊക്കെ. ഇപ്പഴാ ഭാര്യയോട് സ്നേഹമൊക്കെ തോന്നും. അതെ, വല്ലോടും മറിഞ്ഞു വീണ നോക്കാൻ അവര് മാത്രമേ കാണൂ. അല്ലാതെ മക്കളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഓ, അത് പഴയ കാര്യ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാറോട് നമ്മുടെ കുടിശ്ശിയുടെ കാര്യം പറയും. പെൻഷൻ പരിഷ്കരണം 2 ഗഡുവ കുടിശ്ശിക. ഈ 5 ഗഡു കിട്ടാണ്. വലിയ കാര്യമായി പോയി. നിങ്ങൾക്ക് എല്ലാ മാസം 1-ാം തീയതി ട്രഷറിൽ പോയി പെൻഷൻ എടുത്തുകൂടായോ? ഇവിടെ 3-4 മാസമായിട്ട് ക്ഷേമ പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് അവര് സഹിക്കുന്നില്ലേ സാറേ? അതെന്തായാലും കൊള്ളാം. നല്ല കഥയായി പോയല്ലോ. സാറേ, സർക്കാരിന്റെ തരസ്ഥിതി മെച്ചപ്പെടുമ്പോ കുടിശ്ശിക കിട്ടുമല്ലോ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അങ്ങനെ പറഞ്ഞു വിടുക അങ്ങോട്ട്. എന്നാലും ആ കുടിശ്ശിക കിട്ടാൻ നിന്ന് വിഷമം. ഇന്നലെ അത് ഓർത്ത് രാത്രി ഉറക്കം വരാതെ ഇരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം കട്ടിലെന്ന് വീണത് മാത്രം ഇട്ടത്. ഉണ്ടാവനെ പാകിട്ടാത്തതിന്റെ വിഷമം സാറന്മാര് ഫില്ലിറങ്ങിയതായിരിക്കും. ഞങ്ങളും സംഘടിതരാ. ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ സംഘടന വേണം, പിരിവും വേണം. കേട്ട് വേണം. സാറേ, നമുക്ക് കുമാരസാറിന്റെ വീട്ടിലോട്ട് പോകാം. സാറിന് സുഖമല്ലാതെ എടുക്കുകയാണ് പറഞ്ഞു. അതെ, സാറിന്റെ കാലിലെ വിരൽ മുറിച്ചെന്ന് പറയുന്നു. അയ്യോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അങ്ങോട്ട് പോവാം. എന്താ കാശ് കൊടുത്തോ? എനിക്കാ പോയിട്ട് വരാം. പോയിട്ട് വാ സാറേ, പോയിട്ടോ. എടാ നവാസ്, നവാസ് നീഞ്ഞു വേണം. എന്തോ സാറേ ഇതൊക്കെ ഉണ്ട് സുഖമാണേ. വലിയ വിലസുണ്ടല്ലോ. നമ്മൾ തൊടയില്ല എന്ത് വേണം അവിടുത്തെ ഇങ്ങനെയൊക്കെ പോകുന്നു സാറേ. നീ മിടുക്കനാ, പഠിച്ച് മിടുക്കനാവണം, നല്ല മിടുമിടുക്കനാവണം. ഓ പക്ഷെ ഞങ്ങൾ പെൻഷൻ കാരണ നെഞ്ചത്ത് കയറി വേണ്ട കേട്ടോ. കിട്ടിയല്ലോ പോരെ. ഓ ഗോവിന്ദാനെ ആ കഷത്തിരിക്കുന്ന വേപ്പർ തന്നിട്ടു. ബാപ്പു ഈ പത്രം എടുത്ത് അകത്തോട്ട് വെച്ചേരി. അങ്ങേക്ക് പഴയ പത്രത്തിന്റെ ഇടയ്ക്ക് വെച്ചേ ഞാൻ പോവാ. പിന്നെ പാപ്പയ്ക്ക് അറിയാവുന്നതൊക്കെ. ഓ അടുത്താണ് വേണുതാനെ കുറ്റി ഇവിടെ ഇരിക്കുക. എന്താണോ ഇല്ലെന്നാണോ ചോദിക്കുന്നത്? കുറ്റി എടുത്തോണ്ട് പോകുന്നു. പെൻഷൻകാരല്ലോ മറവിയൊക്കെ വരും. അതും അവിടെ വെച്ചിട്ട് പോയി. അല്ല രാവിലെ ഓരോ മാലകൾ ഇങ്ങനെ വരും. ബാപ്പു
ഞാനിവിടെ റേഡിയോ പഠിച്ചോണ്ട് പോകാം. വായിക്കുന്നതാ നിന്റെ റേഡിയോ എന്നാ ഓ, വെറുതെ അവരെ തെറ്റിദ്ധരിച്ചു. ഇച്ചിരി പാട്ട് കേൾക്കാൻ. പാപ്പാ, ഓ ഓ, ഇങ്ങോട്ടൊന്ന് വാ പാപ്പാ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാനായിട്ട് വിളിച്ച പാപ്പാ, എന്തുവാണ് വരുമ്പോ കഥയൊക്കെ നടച്ചിട്ട് വാ. ഒരുപാട് ജോലി വീട്ടിൽ കിടക്കുന്നു എന്തോ പറ പിന്നെ എങ്ങനെ ഒരുപാട് ജോലി എന്തുവാ ഇത്രയും വലിയ ജോലി അവിടെ? പാപ്പേ, ആ ബോർഡിലോട്ടൊന്ന് നോക്കിയേ പാപ്പ. എങ്ങനുണ്ട്? പൊരിപ്പോയി 8 രൂപ ചായയുടെ വിലയില്ല. അതെന്തോ മാസേ ഓ, പാപ്പായ്ക്ക് മനസ്സിലായില്ലയോ? പാപ്പായി എണ്ണക്കണക്ക് പൊട്ടനാണോ? ഏ? പാപ്പ ഒന്നുകൂടെ ആ ബോർഡിലോട്ട് നോക്കിയേ. നമ്മൾ ഇന്നലെ വരെ ഒരു പൊരിപ്പിനും 10 രൂപ വാങ്ങിച്ചോണ്ടിരുന്നേ. ആണ് ഇന്ന് മുതൽ അതെ 8 രൂപയ്ക്ക് നമ്മളൊന്ന് കുറയ്ക്കോ പാപ്പ. എന്താ സംഭവിക്കും പാപ്പ? എന്തോ സംഭവിക്കുന്നോ? കച്ചവടം കൂടും, പക്ഷേ നഷ്ടവും കൂടും. അല്ല പാപ്പ, കച്ചവടം കൂടുമ്പോഴാണ് ലാഭം. അതാണ് സാമ്പത്തിക ശാസ്ത്രം. ഇങ്ങോട്ട് നോക്കേ, പാപ്പായ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ചതേ എക്കണോമിക്സാ, സാമ്പത്തിക ശാസ്ത്രം. എടാ ലാഭം വരുന്ന വഴിയൂടി പറ. പാപ്പ ഒന്നും കൂടെ ആ ബോർഡിലോട്ട് നോക്കിയേ. ഈ ബോർഡിലെ നമ്മൾ ചായയുടെ വില ഇടാഞ്ഞത് എന്താ? ആ ഇന്നലെ വരെ നമ്മളൊരു ചായക്കും 10 രൂപയല്ലേ വാങ്ങിച്ചോണ്ടിരുന്നേ. ആ ഇന്ന് മുതലേ 12 രൂപയ്ക്ക് നമ്മളങ്ങ് കൂട്ടുവാപ്പ. അത് ഈ ബോർഡ് എഴുതി വെച്ചാ ആരെങ്കിലും വരുമോ നിങ്ങളുടെ കടയിൽ ചായ പൂച്ച? എടാ ചായയുടെ വില കൂടിയാ എന്താന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഇക്കാലത്തൊന്നും ആരും ചോദിക്കത്തില്ല പാപ്പ. ഇന്നലെ നമ്മളൊരു ചായക്കും പൊരിപ്പിനും എത്ര രൂപ വാങ്ങി? 20 രൂപ. ഇന്നിപ്പോ എത്ര? 20. പിന്നെ നിങ്ങൾക്ക് എന്തോ പ്രശ്നം? 2 രൂപയിലേ ഒരാൾക്ക് ഒരു പ്രശ്നമല്ല. 2 രൂപ ഒരു സാധനത്തിന് കുറവാണെന്ന് പറഞ്ഞാലേ ആള് വരും, നമ്മളെ കച്ചവടവും നടക്കും. പാര പൊട്ടൻ പാപ്പ, പാര പാപ്പ. നിന്റെ ആരാടാ പൊട്ടാന്ന് വിളിക്കുന്നേ? പാപ്പ അത് കേട്ട് ഈ നാട്ടുകാരും വിളിച്ചിട്ടേ ഒന്നേ. പാപ്പായ്ക്ക് ഒരു കാര്യം അറിയാമോ? നമ്മളൊരു വീട് പണി അവസാനിക്കുമ്പോഴല്ലയോ വിലപിടിപ്പുള്ള കൂട്ടും വിചാരിയും ഒക്കെ പോയി തിരക്കുന്നത്. നമ്മളൊരു കടയിൽ പോയി വിലയൊക്കെ തിരക്കും. കുറച്ച് നേരം നമ്മൾ എടുത്ത് പറയത്തില്ലയോ? ആ കുറച്ചത് നമ്മളൊക്കെ ഒന്ന് സന്തോഷിക്കും. അല്ലാതെ അവര് പറയുന്ന വില നീ കൊടുക്കുവോ? ഇല്ല. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഈ കൂട്ടും വിചാരിയും ഒക്കെ വെക്കാം, അത് മാത്രം മതിയോ പാപ്പ? വേറെയും കുറെ സാധനങ്ങൾ വേണ്ടായോ? ബോൾട്ടും ബുഷും സ്ക്രൂവും ജനൽ കൊളുത്തും ഒക്കെ വേണ്ടായോ? ഇതിന്റെ ഒക്കെ വില പാപ്പ തിരക്കൂ? അവരും തിരക്കൂ? ഇല്ല. ബോട്ടിന് വിചാരിക്കും കുറച്ചതിന്റെ ഇരട്ടിയെ ഇതിന്റെ അകത്ത് നമ്മരങ്ങ് ഈടാക്കും. വാങ്ങിച്ച നമ്മക്ക് സന്തോഷമായി, വിറ്റ മുതലാളിക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ നീ ഞാൻ വിചാരിച്ചാണല്ലല്ലോടാ. എല്ലാ കച്ചവടത്തിനും പാപ്പ അല്പം തട്ടിപ്പൊക്കെ ഉണ്ട്. കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ആർക്കും വലിയവനാകും. എന്നാലേ നീ ഇനി മുതൽ ഈ കടയെ വരണ്ട. നീ നമ്മുടെ കട ലാഭത്തിലാക്കുന്ന ഏതെങ്കിലും കോഴ്സ് പോയി പഠിക്കും. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം. പാപ്പ എത്ര വർത്തമാനായി പറയുന്നേ? പാപ്പ ഇവിടുന്ന് ഞാൻ എവിടെ പോകാനാ? ഇതെന്റെ സർവകലാശാല അല്ലയോ? എന്നാലേ ഞാൻ പോയി കുണ്ടിന്റെ മാവ് ശരിയാക്കട്ടെ. ആ 2 രൂപ കുറച്ചത് കൊണ്ട് വലിപ്പോഴത്തിന് ഞാൻ കുറയ്ക്കും. എങ്ങനെയുണ്ടല്ലോ ബുദ്ധി? സൂപ്പർ പാപ്പ. ആ. ഞാനത് പറയാനായിട്ട് വന്നതാ. ആ. പിന്നെ വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കുണ്ടെടുത്ത് തിന്ന് തീർക്കല്ലേടാ.
ഞാനിവിടെ നിൽക്കല്ലേ പാപ്പ, അതൊന്നൊരു തോന്നി പറയുന്ന എന്താ പാട്ട് ഏകാന്തരാവുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി. ഏകാന്തരാവുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി. പാപ്പയില്ലേ മോനെ? അച്ഛായ അവരോടൊന്നും ചോദിക്കല്ലേ, അവന്റെ വാ നിറച്ചിട്ടുണ്ടോ ശ്വാസം മുണ്ടി ചത്തു. പയ്യ പയ്യ ഇറക്കിട്ട് പറഞ്ഞാൽ മതിടാ. അലീവോ ഓടിയോ, ഇവനീ കുണ്ടല്ലാത്ത നിന്ന് വരും. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. കുട്ടല്ലാട്ടാ അനിപ്പ രണ്ട് ചായ എടുത്തു. ചായ മാത്രം മതി. നീ ഞാൻ കഴിച്ച വേണ്ട വേണ്ട, ചായ മാത്രം മതി. നഷ്ടമാണ് സാർ. അതെന്താ അങ്ങനെ? ഇങ്ങനെ ബോർഡ് കണ്ടില്ലയോ? ഓക്കെ, അടിപൊളി സൂപ്പർ. ഇത് മുതലേ 8 രൂപയാണ് ഉണ്ടിന്. എടാ നവാസ്, നിന്നോട് മലയാളത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചായ മാത്രം മതി. പിന്നെ നീ എവിടെ ഉള്ളത് കൊണ്ട് ഒന്നും അധികം വരാൻ പോകുന്നില്ല. പോട്ടെ 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 പോട്ടെ. സേവരെ ചന്ദ്രൻ എന്തുകൊണ്ട് വിശേഷം? ഞങ്ങളെ നമ്മുടെ വികാസിലെ ക്യാൻസർ പാലിയേറ്റീവ് രോഗികളുടെ വീട്ടില് മരുന്നും പോഷകാഹാരം കൊടുത്തിട്ട് വരുന്ന വഴിയാ. എല്ലാ മാസവും ഞങ്ങളുടെ ഒരു സേവനമാണല്ലോ അത്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലയോ? വികാസകാര് കൃത്യമാ ഏറ്റെടുക്കുന്ന പരിപാടി നല്ല രീതിയിൽ നടപ്പാക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്റെ അനീവ? ആളുകളുടെ ഓരോ ന്യായീകരണം കണ്ടോ? മലയാള സിനിമയിലെ പ്രതിഭാശാലിയ ഒരു സംവിധായകൻ വൃദ്ധസ്ഥാനത്തിൽ കിടന്ന് മരിച്ചപ്പോ ഭാര്യ മക്കളോടൊപ്പം അങ്ങ് ചെന്നൈയിൽ. പ്രശസ്തിയുടെ കാലത്ത് ഭാര്യയ്ക്ക് വേണ്ട പരിഗണന കൊടുത്തില്ലെന്ന്. അതുകൊണ്ട് അവർക്ക് നോക്കാൻ വയ്യത്രേ. മറിഞ്ഞു വീണാലേ എടുത്തു വെക്കാൻ വയ്യത്ത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ അങ്ങനെ പറയത്തില്ല, അത് എനിക്കുറപ്പ്. അത്ര സ്നേഹമാണ് ഈ ഭാര്യയ്ക്ക്. അതുകൊണ്ടൊന്നുമല്ല, അവൾ തന്നെ ഉണ്ടല്ലോ ഒരു കൈ കൊണ്ട് ഇങ്ങനെ 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 ഇഷ്ടം പോലെ എന്നാടേ പാല് കഴിച്ചിട്ടോ അതിനായി മോളെ ഈ കടയിൽ തിരിക്കണേ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ബന്ധന്റെ കഥ ഒരു വിലയില്ല. എല്ലാവരും സ്വാർത്ഥതയുടെ ഭണ്ഡാരം പറ്റിയില്ല. വികാസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ ഇത്തിരി സാമൂഹ്യ ബോധമുണ്ട്. മനുഷ്യപ്പെട്ടുള്ളത് അതുകൊണ്ടല്ലയോ? എന്റെ അച്ഛായ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ചെറുപ്പക്കാര് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന കേറി അങ്ങ് കഥവടയ്ക്കും. നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാത്ത മാന്യന്മാരെന്നൊരു പേര് അങ്ങ് വീടും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മളൊക്കെ. സ്നേഹം, അനുകമ്പ, ദയ, അന്യന്റെ ദുഃഖത്തിൽ കൂടെ ഉണ്ടാവുക, ഇതൊക്കെ ഇപ്പൊ കുറയുമല്ലയോ? എന്റെ അച്ഛായ, മനസ്സിലും വീട്ടിലും വെളിച്ചം കയറേണ്ട ഇടങ്ങളിലെല്ലാം ഇരുട്ട് പരക്കുകയല്ലേ? അരിവല്ലോ. അല്ല, നിങ്ങളുടെ ആത്മസുഹൃത്ത് കുമാരസാറിന് സുഖമില്ലെന്ന് കേട്ടല്ലോ. ആദ്യം വലത് കാലിലെ വിരല് മുറിച്ചു. അപ്പൊ ഞാൻ പോയി കണ്ടതാ. ഇപ്പൊ കേൾക്കുന്നു ഇടത് കാലിന് പഴുപ്പ് കയറുന്നു. പാവം മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. 2 ആൺമക്കളൊക്കെ UK അവരുടെ ഭാര്യമാർക്ക് അവിടെ ജോലി. കുമാരൻ സാർ ഭാഗ്യമുള്ളവനാണ്, പക്ഷെ കടുത്ത പ്രമേഹ രോഗിയായി. എന്നെ അച്ഛായ, ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? വയസ്സാം കാലത്ത് ഭാര്യയുടെ മക്കളുടെ സംരക്ഷണം വേണ്ടായോ? പ്രത്യേകിച്ച് ഒരു രോഗി കൂടിയാകുമ്പോ. അല്ല, അതെന്താ അവരാരും നോക്കുന്നില്ലേ? അനീവ, മക്കൾ സമ്പന്നരായി.
അവരുടെ ജീവിത രീതിയും നിലവാരവും ഒക്കെ മാറി. പിന്നെ കടുത്ത പ്രമേഹവും ബാധിച്ച് കാലിലെ വിരലും മുറിച്ച് നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റാത്ത കുമാര സാറിനെ അവരിനി UK കൊണ്ടുപോകും. സാറിനെ കൊണ്ടുപോയി അവരമ്മ സരോജി ചേച്ചി ഉറപ്പായിട്ട് കൊണ്ടുപോകും. അല്ല എന്താ അമ്മയെ മാത്രം കൊണ്ടുപോകുന്നേ? അത് അവർക്ക് ഇപ്പൊ ആരോഗ്യമുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി എന്താ, അവരെ കൊണ്ടേ ഉപയോഗമുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോകുന്നു. എന്നാലേ നിങ്ങൾ പോയി സാറിനെ അന്വേഷിക്കും. സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളാ ഈ കുമാര സാർ. എന്ത് സഹായം വേണമെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുക്കണം. ഞങ്ങൾ അങ്ങോട്ട് പാടാക്കിയതാ. പൈസ കൊടുക്കാം. പൈസ ശരി. പാലെന്തിടാ? അത് പിന്നെ പാപ്പ ഞാൻ ഇങ്ങനെ നടന്നു ചെന്നപ്പോഴത്തേക്ക് അവരടച്ചിട്ടങ്ങ് പോയോ. ഞാൻ നിന്റെ അടുത്ത് രാവിലെ മുതലേ പറയുന്നതാണോ പാല് വാങ്ങിക്കാൻ? നീ ഇവിടെ ചായ കുടിക്കാൻ വന്നവർക്ക് എന്തോ എടുത്ത് കൊണ്ട് പോടാ. പാപ്പ എന്തിനാ ഇങ്ങനെ ചാടുന്നേ? നമുക്കേ കവറ് പാല് വാങ്ങിക്കാൻ പാപ്പ. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവര് പശുവിന്റെ പാലിന്റെ ചായ കുടിക്കാനാ വരുന്നത്, അല്ലാതെ കവറ് പാലിന്റെ അല്ല. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ വരുന്നവരെ വന്ന് എത്തി നോക്കില്ലേ, ഇത് കവറ് പാലാണോ ഇത് പശുപാലാണോ? വീട്ടിലുമായിട്ടാ വരുന്നത്. അതൊക്കെ പോട്ടെ, ഈ ബോർഡ് വെച്ചിട്ട് നമ്മുടെ കച്ചവടം എങ്ങനെ ഉണ്ട് അത് പറഞ്ഞു. എടാ നിന്റെ ബുദ്ധി വിജയിച്ചോന്ന് ഇന്ന് രാത്രി അറിയും. പാപ്പ ഒരാഴ്ച ഈ ബുദ്ധി വിജയിക്കും. അത് കഴിഞ്ഞാലേ ഈ നാട്ടുകാർക്ക് അത് മനസ്സിലാവത്തില്ലേ പാപ്പ? പിന്നെന്തോ ചെയ്യൂടാ, നമ്മൾ വേറെ ബുദ്ധി പ്രയോഗിക്കും. ബുദ്ധി പാപ്പ എന്തിനാ ഇങ്ങ് വന്നേ? പാപ്പ പാപ്പയ്ക്ക് ഈ മോഹൻ സിംഗ് ഒബ്രോയെ കുറിച്ച് അറിയാമോ? അതാരാടാ? പാപ്പ നമ്മളെ പോലെ ചായക്കടയില് 50 രൂപ ശമ്പളത്തിൽ നിന്ന ആളാ അങ്ങ് സിംലയില്. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കഠിന പ്രയത്നവും അധ്വാനവും ഒക്കെ കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒബ്രോയി എന്ന വൻ ഹോട്ടൽ ശൃംഖല നടത്തുവോ പാപ്പ? വൻ വ്യവസായിയായി മാറിയയാള്. പാപ്പ ധൈര്യമായിട്ട് നിൽക്കേ, ഇങ്ങോട്ട് നോക്കേ, നമ്മളും പച്ച പിടിക്കും, നമ്മളും വളരും പാപ്പ. സരോജിനി, എടോ സരോജിനി, ഞാൻ എന്തിനു ജോലിയാ? സാറേ റിസൾട്ട് കിട്ടി. ഷുഗർ ഇത്തിരി കൂടുതലാണല്ലോ, ഫാസ്റ്റിംഗ് ഇരുന്നിട്ടാണല്ലോ. ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്റെ സാറേ ഇപ്പോഴേ ഒരു കാല് കുഴപ്പത്തില, അടുത്ത കാലിലെ വിരലും അപകടാവസ്ഥയിലാണ്. ഇതൊക്കെ ഓർത്ത് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സാറേ നമുക്ക് ഉടനെ ആശുപത്രി പോകാം. മാത്രമല്ല വളരെ വളരെ ശ്രദ്ധ വേണം. സാറിന്റെ മക്കളെ ചെയ്ത് കേട്ട്. എന്റെ സാറേ അവർ ഈ കാര്യങ്ങളൊന്നും തിരക്കിയൊന്നുമില്ലേ? അവര് തിരക്കി. UK നിന്നും കുറച്ച് ദിവസത്തെ അവധിക്ക് വന്നവരല്ലയോ, അവര് ഭയങ്കര ബിസിയാണ്. അതിനിടയിൽ എന്റെ ഈ അവസ്ഥയിൽ അവരെന്ത് ചെയ്യാൻ? അങ്ങനെ പറയുന്നത് ശരിയാണോ സാറേ? സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആഹ്വാനമൊന്നും ഇല്ലാതെ കുടുംബത്തിന് വേണ്ടി വിയർപ്പൊടുക്കിയ സാറ് അധികപ്പെട്ടാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ അച്ഛനാ, അതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡാ. അല്ലേലും രക്ഷകർത്താക്കൾ വയസ്സായി കഴിഞ്ഞാൽ ഭാരമായി കാണുന്ന മക്കളുടെ എണ്ണം കൂടി വരുവാ. നാളെ അവരും ഈ ഒരു അവസ്ഥയാവുന്ന കാര്യം അറിയുന്നില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്താനുമില്ല, വിഷമിപ്പിക്കാനുമില്ല.
ഇപ്പോ വലത്തെ കാലിലെ വിരൽ മുറിച്ചെടുത്ത വേദന അസഹനീയമാണ്. കുത്തിത്തുടയ്ക്കുന്ന അരിച്ചു കയറുന്ന വേദന. സാറേ നമുക്ക് ഉടനെ ആശുപത്രി പോകാൻ നല്ലത്. ഇപ്പൊ ഇടത്തെ കാലിലും പഴുപ്പിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. അച്ഛാ, ആശുപത്രിയിൽ പോകുന്ന കാര്യം മക്കളോട് ചോദിച്ചിട്ട് പോരെ? അല്ലെങ്കിൽ സാറേ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ? ഞാനും അത് പറയാൻ ആലോചിച്ചതാണ്. ജീവിതത്തിന്റെ ഒരു മറിച്ചിടലാണ് വാർദ്ധക്യം. രോഗി കൂടിയായ ആഘാതം കൂടും. എന്നാലും ഭയപ്പാടില്ല. സാറ് മക്കളോട് സംസാരിക്കും. താല്പര്യമുണ്ടെങ്കിൽ സാർ അവരോടൊപ്പം പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതല്ല ബുദ്ധിമുട്ടാണ് സാർ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ. അവരെ കൊണ്ടുപോയേക്കാൻ ചിലപ്പോൾ. അങ്ങനെ അവഗണിക്കാവുന്ന ഒരു തെറ്റ് ചെയ്തത് അച്ഛനല്ലല്ലോ ഇത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പൊ ജീവിത രീതികൾ മാറുകയാണ്. അക്കൂട്ടത്തിൽ മാതാപിതാക്കൾ രോഗികളാണെങ്കിൽ അവരെ അവഗണിക്കുകയുമാണ്. രോഗവും പ്രായവും മാതാപിതാക്കളെ അശക്തരാക്കും. അങ്ങനെ തളർന്നു പോയൊരു അച്ഛനാണ് ഞാൻ. സാറ് ഇങ്ങനെ ദുർബലല്ലേ, ഞങ്ങളും കൂടെ അങ്ങ് വിഷമിച്ചു പോലും പറയാം. സാറേ മക്കളുടെ നിലപാട് അറിയട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ആ NS ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകാം. അവിടെ ആകുമ്പോ നമ്മുടെ ഓക്കെ സാർ ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടറെ പരിചയപ്പെടുത്തരും. മാത്രം അവരെ താഴെ റൂമിൽ ചെയ്തേക്ക് തരും. രണ്ടാമത്തെ ടോക്കൺ അദ്ദേഹം എടുത്ത് വെച്ചേക്കും. അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ അതിന്റെ കാര്യം തിരക്കണോ? നിങ്ങളെ ഒന്ന് അന്വേഷിക്കും. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ തിരക്കിട്ട് സാർ വരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ശരി. എന്തിനായിരുന്നു മനുഷ്യ നിങ്ങൾ എന്നെ വിളിച്ചത്? എന്നിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്? ചേടാ, നിങ്ങൾ വിളിക്കുമ്പോ ഓടി ഓടി ഇങ്ങോട്ട് വന്നാ മതിയോ? എനിക്ക് അടുക്കളയിൽ ഒരു 100 കൂട്ടം ജോലി ഉള്ളതാ. ആരും ഇല്ല ഒരു കൈ സഹായിക്കാൻ. അവിടെ മക്കളും മരുമക്കളും കുഞ്ഞും കാപ്പി കുടിക്കാനിരുന്നു. പിന്നെ അവർക്ക് കാപ്പി വിളമ്പി. അതാ താമസിച്ചേ. അതിരിക്കട്ടെ. അവരെന്താ പോകുന്നേ? നീ അവരോടൊപ്പം പോകുന്നോ? ചുമ്മാ തന്നെ നിന്റെ വേഷത്തിലും ഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ഞാൻ അതങ്ങ് പറയാൻ മറന്നൂന്നേ. ഇതേ നമ്മുടെ മക്കളങ്ങ് UK വന്നപ്പോ കൊണ്ടുവന്നതാ. സുനിലിന്റെ ഭാര്യ പറയുകയാണേ, UK പോകുന്ന 80 വയസ്സായ കിളവിമാര് പോലും ഇതുപോലുള്ള ഫാഷൻ സാരിയൊക്കെ ധരിക്കുന്നത്. അനിലിന്റെ ഭാര്യ ആണെങ്കിൽ പറയാ, ഈ സാരി എടുത്തപ്പോ അമ്മയെ കണ്ട ഒരു 10 വയസ്സ് കുറഞ്ഞവരുണ്ടെന്ന്. ശരി, പിള്ളേരുടെ ഒരു കാര്യം. 2 പിള്ളേരുള്ളത് അവരും കെട്ടി അവർക്കും മക്കളായി. എന്നിട്ട് ഇവിടെ വിചാരം ഇപ്പോഴും മധുര 17 നിങ്ങൾക്കേ പിന്നെ അസുഖം ഇല്ലാത്തോണ്ട് തീരെ കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ പോട്ടെന്നേ. എന്ത് വന്നാലും ഞാൻ കൂടെ ചെല്ലണമെന്ന വാശിയില്ല മക്കള്. ഞാൻ നിങ്ങളില്ലാതെ എങ്ങനാണേ പോകുന്നേ? അപ്പോ ഞാനില്ല, നിങ്ങളെ പറ്റി അങ്ങ് തീരുമാനിച്ച്. തീരുമാനമൊന്നും എടുത്തില്ലെന്ന് ഇന്നലെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കേട്ടു. എടീ, എന്റെ 2ാമത്തെ കാലം പഴുത്തു തുടങ്ങി. എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. ഞാനാകെ ഒറ്റപ്പെട്ടു പോകും. എന്റെ പൊന്നു കുമാരേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോകൂ. അങ്ങനെ ചെയ്യുവോന്ന് നമ്മുടെ മക്കള്. പിന്നെ പകരം സംവിധാനം ചെയ്യാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പകരം സംവിധാനോ? നീ എന്ത് പറയുന്നേ? നീ എന്താ പകരം സംവിധാനം? ഞാൻ എന്ത് ചെയ്യാനാണ്? സുനിലും അനിലും അവരുടെ ഭാര്യമാരും എന്നെയും കൊണ്ടേ പോകൂ. സുനിലിന്റെ കുഞ്ഞിന് 9 മാസമല്ലേ ആകുന്നുള്ളൂ. അനിലിന്റെ ഭാര്യക്കാണെങ്കിലേ ഇത് 7ാം മാസാ. 2 മാസം കൂടി കഴിഞ്ഞാലേ അവളെ പ്രസവിക്കും. അല്ല, ഇതിനെല്ലാം ഉത്തരവാദി നീയാണോ? അവർ UK-യിൽ കനത്ത ശമ്പളം വാങ്ങിക്കുന്നവരല്ലയോ? അവർക്ക് 1 or 2 വേലക്കാരെ അവിടെ നിർത്തിയാൽ എന്താ? അവങ്ങനെ വേലക്കാർക്കൊക്കെ അവിടെ ഭയങ്കര ശമ്പളം കൊടുക്കണം. ഓ, അതുകൊണ്ടല്ലേ വേലക്കാരെ വെക്കുന്നൊക്കെ അവർക്ക് വലിയ പേടിയാ. പകൽ സമയത്ത് കുഞ്ഞു കരഞ്ഞാലേ മയങ്ങുന്നോ മരുന്ന് കരുങ്ങോട്ടെ. കേട്ടപ്പോ എനിക്ക് അങ്ങ് പേടി തോന്നിയേ. അതാ ഇങ്ങനെ സമ്മതിക്കുന്നത്. എടീ,
നിനക്ക് ഈ ആരോഗ്യമുള്ളത് കൊണ്ടാണ് നിന്നോട് ഈ സ്നേഹം. നീ എന്റെ അവസ്ഥയായിരുന്നെങ്കിൽ എന്നോടൊപ്പം ഇവിടെ കണ്ടേനെ. കണ്ടോ കണ്ടോ, ഞാൻ ഈ അവസ്ഥയിലാകണമെന്നാ നിങ്ങളുടെ ആഗ്രഹം. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചില്ല. നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതെ, എനിക്ക് നിങ്ങളെ പിരിഞ്ഞു പോകാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിച്ചു. ഈ അവസ്ഥയിലെ UK കൊണ്ടുപോകാൻ പറ്റില്ലെന്നാ മക്കൾ പറയണേ. അല്ല, അത് അവര് പറഞ്ഞതിലും കാര്യമില്ലേ. ഈ അവസ്ഥയിലെ നിങ്ങളെ അവിടെ താങ്ങിക്കൊണ്ടുപോയിട്ട് എന്താ കാണിക്കാനാ? ഇനി അഥവാ അവിടെ കൊണ്ടുവന്നാലും അവർക്ക് നോക്കാനൊന്നും കഴിയില്ല. അത്ര വലിയ കമ്പനിയില് തിരക്കുള്ള ജോലിയല്ലേ, ഒരു മിനിറ്റ് പോലും കിട്ടില്ല. ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്. നിനക്കെപ്പോഴും പ്രഥമ പരിഗണന നിന്റെ മക്കളും മരുമക്കളൊക്കെ തന്നെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്റെ കാര്യം. അയ്യോ, എനിക്ക് വയ്യ. 35 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചു. സുഖം എന്താണെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടേ 2 വർഷം കൂട്ടി കൂട്ടിക്കാൻ കഴിയാൻ ശ്രമിച്ചാ? എനിക്കതിനപ്പുറം എന്താ ഞാൻ കഴിയുന്ന? നിങ്ങൾ വലിയ ആദർശവാനല്ലായിരുന്നോ? കൈക്കൂലി വാങ്ങില്ല, മക്കളുടെ പഠനത്തിൽ പോലും ആരോടും കടം ചോദിക്കില്ല, സാക്ഷരത, സാമൂഹ്യ സേവനം, ഇതിനിടയില് കഷ്ടപ്പാട് ആരും പരിഗണിച്ചില്ല. ഇതൊന്നും ഒരു തെറ്റാണെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നില്ല. എടീ, ശമ്പളം കിട്ടുമ്പോ 1 രൂപ പോലും പാഴാക്കിക്കളാതെ നിന്നെ കൊണ്ടുപോയി ഞാൻ ഏൽപ്പിക്കത്തില്ലായിരുന്നു. മക്കള് 2 പേരും എഞ്ചിനീയർമാരാകാൻ വേണ്ടി നമ്മൾ 2 പേരും കൂടി എല്ലുകൂടി കടം വാങ്ങിച്ച് ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ ഒരുമിച്ചല്ലേ അനുഭവിച്ചത്. ഞാൻ കണക്ക് പറഞ്ഞതൊന്നുമല്ല. കഴിഞ്ഞ തവണ മക്കൾ വന്നപ്പോഴേ 1 മാസത്തേക്ക് എന്നെ UK കൊണ്ടുപോയപ്പോഴാ ഈ ലോക സുഖം ഞാനെന്ന് അറിഞ്ഞതേ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെ അവരുടെ നിർബന്ധത്തിന് പോകുന്നതാ. രണ്ടാമത്തെ കാലം ചുവന്നു കൊടുത്തു. വിരലുകൾ മുറിക്കാതെ തരമില്ല. സുഖദുഃഖങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവള് അങ്ങ് UK പോകുന്നു. അതിനൊക്കെ കൃത്യമായ ന്യായീകരണങ്ങളും. ബന്ധങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ആർക്കും ആരോടും ഒരു കടപ്പാടില്ല. തിരക്കിയിട്ടുണ്ടോ? വേണ്ട. നല്ല സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ പറയുന്നതാ, ഒരു കരിമണിമാല എന്തോരും ആഗ്രഹിച്ചതായിരുന്നെന്ന് അറിയോ? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടതാ എങ്കിലും ഒന്ന് നടിച്ചിട്ടുണ്ടോ മനുഷ്യ നിങ്ങള്? കണ്ടോ, ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്കോ അങ്ങോട്ട്. ഇതേ നിങ്ങൾ വാങ്ങിച്ചതല്ല, എന്റെ മക്കള് അന്യനാട്ടിൽ കിടന്ന് സമ്പാദിച്ച കാശിന് വാങ്ങിച്ചതാ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഇല്ലെങ്കിലേ എന്റെ മക്കൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ വീടിനുള്ളിലെങ്കിലും നാട്ടുകാർക്ക് വലിയ പ്രിയപ്പെട്ടവനായിരുന്നല്ലോ. ആർക്കും വേണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിരിക്കുന്ന അവസ്ഥ എത്തിയപ്പോ വന്നിരുന്ന് വേദാന്തം കിടന്നത്. എന്റെ ദൈവമേ, ഇതുപോലൊരു ദുരിതമുണ്ടല്ലോ ഒരു സ്ത്രീക്ക് കൊടുക്കല്ലേ? തർക്കിക്കാൻ ഞാനില്ല. ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ. ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാ താളുകളും ശൂന്യമാണ്. അതെ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. നിങ്ങളെ പോലെയല്ല ഏതായാലും നിങ്ങളുടെ മക്കള്. നിങ്ങൾക്ക് ഈ അവസ്ഥയിലും ഒരു കുറവും വരാതെ നോക്കാൻ വേണ്ട ഏർപ്പാട് എന്റെ മക്കൾ ചെയ്യും. പിന്നെ ഒരമ്മയുടെ കടമ നിർവഹിക്കാൻ ഞാൻ എന്റെ മക്കളോടൊപ്പം പോകുക. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ മക്കളെ വിളിക്ക്. ഇനി അവന്മാർ എന്താ പറയുമ്പോൾ കൂടി കേൾക്കാമല്ലോ. അതല്ല ഇനി ബാക്കിയുള്ളു. അങ്ങനെ വല്ല നല്ല കാര്യം പറ, ഞാനേ അവരെ വിളിക്കാം. സുനിലേ, അനിലേ, അച്ഛൻ വിളിക്കട്ടോ.
അവന്മാരിവിടെ ഉണ്ടോടി? അവരകത്തുണ്ട്, എവിടെയോ പോകാൻ റെഡി ആയി നിൽക്കുന്ന കണ്ടു. ആ സർക്കിട്ട് ഒഴിഞ്ഞിട്ട് നേരമൊന്നും ഇല്ലല്ലോ, എന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാലോ. നിങ്ങളല്ലേ മക്കള്. പിന്നെ അവര് വരുമ്പോ നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാ ഒരു ചെടിയുടെ വർത്താനം. കണ്ടോ, വീണ്ടും ചെറിയ വർത്താനം. എന്താ അച്ഛാ ഞങ്ങളെ വിളിച്ചു? ആ നിങ്ങൾ എന്നാ പോകുന്നേ? ഈ വരുന്ന സൺഡേ പോകാൻ ആലോചിക്കുന്നത്. അമ്മയെ കൊണ്ടുപോകാ. അമ്മയില്ലാതെ പറ്റില്ല അച്ഛാ, അമ്മയെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. അച്ഛാ, അനിതയ്ക്ക് ഇത് 7ാം മാസമാ. അമ്മയുള്ളതാ എന്റെ ഏറ്റവും വലിയ ധൈര്യം. അച്ഛാ എന്റെ കുഞ്ഞിനാണെങ്കിലേ 9 മാസമാ പ്രായം. അമ്മയില്ലാതെ ഒരു മിനിറ്റ് നിൽക്കില്ല. അത് മാത്രമല്ല അച്ഛാ, അവിടുത്തെ ജോലിക്കാർ 1-2 മണിക്കൂറിൽ കൂടുതലൊന്നും ജോലിയില്ല. ഓരോ ജോലിക്കും പ്രത്യേകം ആള് വരും. ഇവറ്റയാളുടെ സാലറി അറിയാമല്ലോ, ഞെട്ടും. അപ്പോ മക്കളെ, അമ്മ തന്നെ ഏറ്റവും വലിയ ലാഭം. അല്ലടാ, എന്റെ കാര്യം എന്താ? അത് വല്ലതും നിങ്ങൾ തീരുമാനിച്ചു? അച്ഛനെ ഒരു കുഴപ്പം വരാൻ നോക്കാൻ എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ അച്ഛനെ ഒറ്റയ്ക്കാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുവേ അമ്മ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക്. അമ്മ ഇല്ലെങ്കിൽ എന്താടാ ജീവിക്കണ്ടായോ? അവര് പറയുന്നത് കേൾക്കണ്ട മനുഷ്യ. ഓ നിങ്ങൾ പറ മക്കളെ. ഞങ്ങൾ അങ്ങനെ അച്ഛനെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഈ അവസ്ഥയിലാണെങ്കിൽ അങ്ങ് UK വരാൻ പറ്റത്തില്ലേ? അവിടെ ഞങ്ങൾക്ക് സമയം കിട്ടില്ല അച്ഛാ. അച്ഛാ, അച്ഛനെ പൊന്നു പോലെ നോക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിലാണ്. സ്പെഷ്യൽ റൂമും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരു ഹോം നേഴ്സിനെ അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യാം. അതിനു വേണ്ടി വരുന്ന സകല നേരവും ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായടാ, മനസ്സിലായി. ഈ പഴുത്തു തുടങ്ങിയ എന്നെ നിങ്ങളെല്ലാവരും കൂടി വൃദ്ധസമനത്തിലാക്കൊന്നു സാരം. എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ ഭാര്യ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും വിനാശം. കൊള്ളാമടാ, കൊള്ളാം. ഓ, നിങ്ങൾ അവർ വിഷമിപ്പിക്കുന്ന വർത്താനം പറയാനുണ്ട് മനുഷ്യ. അച്ഛനെ ഇങ്ങനെ വൃദ്ധസദനം പറഞ്ഞു തരം താഴ്ത്തണ്ട. എത്ര മാതാപിതാക്കളാണ് അവിടെയാ. ഞങ്ങളുടെ തലമുറയെ ഉന്നത വിദ്യാഭ്യാസം വേണ്ടിയാണ് അച്ഛാ. വിദേശ ജോലി സാധ്യതകളാണെങ്കിൽ ദിനം പ്രതി കൂടി വരുന്നത്. ചെറുപ്പക്കാരാണെങ്കിൽ അങ്ങോട്ടേ പോയെന്നിരിക്കും. അതിനിടെ വയ്യാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ള ജീവിതം സംഭവിക്കുമോ? ഓ നിങ്ങൾ പറഞ്ഞൊന്നും വേണ്ട. അവര് പറയുന്നത് മുഴുവനും കേൾക്കല്ല മനുഷ്യ. അച്ഛന്റെ ചെറുപ്പകാലം ഒന്നല്ലേ ഇത്. ഞങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അച്ഛാ, അതിരടിയില്ലാത്ത ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന CCTVക്കകത്തോടെ UK ഞങ്ങളുടെ നാട്ടിന്റെ 7ാം നിലയിലിരുന്നേ അച്ഛനെ ഞാൻ കാണാം. അച്ഛന്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. വാട്സപ്പ് വീഡിയോയിൽ കാലി മരുന്ന് വെച്ച് മുറിവ് കെട്ടുന്നതും മരുന്ന് കഴിക്കേണ്ട സമയത്ത് ഓർമ്മിപ്പിക്കാനും ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് കരുതിയാ മതിയേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യാം. അമ്പടി കേവി, നീ 1 മാസം UK പോയിരുന്നു. നിന്റെ ബുദ്ധി ഇത്ര വികസിച്ചോ? എടാ മക്കളെ, നിങ്ങളിങ്ങനെ എനിക്ക് ക്ലാസ് എടുക്കല്ലേ. ഞാനും ഈ പുതിയ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഡയബറ്റിക്ക് വന്ന് 2ാമത്തെ കാലിലെ വിരലുകളിലും പഴുപ്പ് കയറിയാൽ എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ ഭാര്യ മക്കളായ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ പുതിയ ലോകം. അതാണ് നിങ്ങളുടെ പുതിയ സംസ്കാരം. അച്ഛാ, ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിശാല മനസ്സിന് നന്ദി. ഇനി ശവസംസ്കാരം കൂടി ഏതെങ്കിലും ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്ക്. അതുകൂടി ഞങ്ങൾക്ക് CCTV കാണാമല്ലോ. വെറുതെ അവരെ സങ്കടപ്പെടുത്താതെ സ്വന്തം ഭർത്താവിനെ ഈ നിലയിൽ ഉപേക്ഷിച്ചു പോകുന്നതില് വിഷമില്ലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ ഈ രോഗം ഉണ്ടല്ലോ, ഇത് ഗുരുതരമാണ്. നിങ്ങൾക്ക് ഇനി എന്നാ മനുഷ്യ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാം. അതെ, നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ട എനിക്കെന്റെ മക്കളല്ലാതെ മറ്റാരുമില്ല. സ്ത്രീകളാണ് എന്റെ നിസ്സഹായ. സരോജിനി, നിന്റെ കാര്യം മാത്രം ആലോചിച്ച നിന്റെ ആശങ്ക ശരിയാണ്. നീ മക്കളോടൊപ്പം പോകുന്നത് തന്നെയാണ് നല്ലത്. മനസ്സോടെയല്ല, എങ്കിലും ഞാൻ പോവുക. നിങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു തോന്നരുത്. വൃദ്ധസദനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ആരെയും സങ്കടപ്പെടുത്തരുത്. ഞങ്ങളെ
അനുഭവിക്കുന്നത്. മക്കളെ, സരോജിനി, നിങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോടാ. എനിക്ക് ആരോടും പരിഭവമില്ലടാ. ഈ പ്രായം എത്തുമ്പോ ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. മക്കളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ചിലപ്പോ ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോ അറക്കാൻ കൊടുക്കുന്ന അറവാടുകളായിട്ട് ഇരുന്നേക്കാം. അതുൾക്കൊള്ള തീരാവുന്ന ഉള്ളതാ ഇതൊക്കെ. കഷ്ടമാണ്. അച്ഛനിങ്ങനെ പരിഭവിക്കാതെ പുതിയ കാലത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടേ മതിയാവും. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത വൃദ്ധസദനുണ്ടല്ലോ, അതെനിക്ക് വേണ്ടടാ. അതില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഈ നാട്ടിൽ നല്ല സുഹൃത്തുക്കളുണ്ട്, അവരുടെ ചോദിക്കണം. പിന്നെ ഇപ്പൊ ഈ കുതിച്ചു നടക്കുന്നവർക്കും കിതച്ചു നടക്കേണ്ട ഒരു കാലം വരും. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത വൃദ്ധസദനുണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്യണ്ട. അതൊരു പക്ഷേ നിങ്ങളുടെ ഈ അമ്മയ്ക്ക് മാറപ്പെട്ടേക്കും. അനിയോ, 2 സ്ട്രോങ് ചായ എടുത്തോ. പഞ്ചസാര വേണ്ട കേട്ടോ. അല്ല, രണ്ടുപേരും കൂടെ കുമാരസാറിന്റെ കൂടെ കൂടി പഞ്ചസാര അസംബന്ധം ആയോ? സാറിന്റെ കൂടെ കൂടിയാലേ ആരും പഞ്ചാര ഉപേക്ഷിക്കും. പ്രമേഹം വന്നു കഴിഞ്ഞാലേ പിന്നെ രക്ഷയില്ല. മരുന്ന് കഴിച്ചു തുടങ്ങിയാലോ പിന്നെ പ്രഷർ വരും, പിന്നെ കിഡ്നി പോക്കാം. അല്ലെങ്കിൽ ഒരു 40 വയസ്സായി കഴിഞ്ഞാലേ എല്ലാവരും പഞ്ചസാരയ്ക്ക് കുറയ്ക്കുന്ന നല്ലതാ. രണ്ടുപേരും കൂടെ എന്റെ കട കൂട്ടിക്കോ. ഇപ്പോ നവാസിന് വലിയ പുരോഗതിയാണല്ലോ. അവന്റെ സ്വഭാവമായി വലിയ ഗൗരവക്കാരനൊക്കെ. അവനിപ്പോ കടയിലെ കാര്യവും പഠിത്ത കാര്യവും ഒക്കെ ശ്രദ്ധിക്കുന്ന ഇല്ലേ? കുറച്ചൊക്കെ ശരിയാ. ഒക്കെ മാറും. അല്ല, കുമാരസാറിന്റെ അസുഖം കൂടിയെന്ന് കേട്ടല്ലോ. അസുഖം സഹിക്കാം, ഭാര്യയും മക്കളും അങ്ങനെയും കളഞ്ഞിട്ട് പോയതാ സങ്കടം. കുറ്റം പറയരുത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വൃദ്ധസദനത്തിലൊക്കെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടും വിത്തൗട്ടാണ്. വിത്തൗട്ടാ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ 40 വയസ്സായി കഴിഞ്ഞാല് ഈ പഞ്ചസാര നിർത്തുന്നതാ നല്ലത്. പക്ഷെ നമ്മളെന്താ ഡോക്ടർ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തോളൂ. ഇപ്പൊ തന്നെ നമ്മുടെ കുമാരസാറിന്റെ അവസ്ഥ കണ്ടോ? കുമാരസാറിനെ പോലുള്ള ഒരു ആക്കേക്ക് അങ്ങനെ സംഭവിച്ചല്ലോ. വൃദ്ധസ്ഥാനത്തിലാക്കാൻ ഭാര്യയും മക്കളും പരമാവധി ശ്രമിച്ചു, പക്ഷെ അങ്ങേര് സമ്മതിച്ചില്ല കേട്ടോ. അത് ന്യായമല്ലേ? ഇത്രയും നാൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇനി വൃദ്ധസദനം. ഒരുപാട് പേരെ ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് വൃദ്ധസ്ഥാനത്തിലേക്ക്. അതൊക്കെ പൊതു അംഗീകാരമായി. മക്കള് വിദേശത്ത് സ്ഥിരതാമസം, തന്തയും തള്ളയും നാട്ടില്. ഇവർക്കാണെങ്കിലോ വിവിധ അസുഖങ്ങൾ. പിന്നെ ഇതിനെയൊക്കെ കെട്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇടയ്ക്ക് ആരോഗ്യസ്ഥിതി മെച്ചമാണെങ്കിൽ ഒന്ന് കൊണ്ടുപോകും. അസുഖം വന്നാലോ അപ്പോഴേ തിരിച്ച് കയറ്റിച്ച് വിടും. എന്റെ അച്ചായ, ഇനിയുള്ള കാലം കുടിയേറ്റത്തിൻ്റെതാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ അടിഞ്ഞുകൂടുകയില്ല. ലോകം ചുരുങ്ങി ചുരുങ്ങി ഒരു രാജ്യമാവുകയാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യം, ആണിനും പെണ്ണിനും എവിടെ വേണേലും പോ, എപ്പോ എവിടെയും തിരിച്ചു വരാം. ആരെ വേണേലും കെട്ടുകയും ചെയ്യും, എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കുകയും ചെയ്യാം. ഈ ആണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, അടുത്തിടപഴകുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ബസ്സിലും പാർക്കിലും പരിസരബോധമില്ലാതെ വിത്തകൾ കാണിച്ചു പോകുന്ന ചില ചേഷ്ടകൾ കാണുമ്പോ അമ്പോ തൊലി ഒളിഞ്ഞു പോവുകയെ. ഇതങ്ങളൊക്കെ പിടിച്ചോണ്ടല്ലോ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കണമെന്ന്. ഒരുപാട് പേര് ഇവിടെ നിന്ന് വീമ്പളക്കിയിട്ടുണ്ട്. എന്റെ മക്കളെ ഞാൻ അച്ചടക്കത്തോടെ വളർത്തുന്നത്, അവർ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ. ഇപ്പോഴോ ഇപ്പൊ കമാന്ന് മിണ്ടത്തില്ല. ഇതും പറഞ്ഞിട്ടേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ താടിക്ക് കൈത്തോടെ തിരിക്കുന്നു. എന്നതാടി ഈ കാര്യമെന്ന് ചോദിക്കുമ്പോ അവള് യാതൊരു അമ്പരപ്പില്ലാതെ പറയും, നമ്മുടെ മോളെ അവന്റെ കൂടെ അങ്ങ് പോയെന്ന്.
പിന്നെ നിങ്ങൾ അന്വേഷിക്കാനൊന്നും പോകണ്ട. ഇനി അതിന്റെ കൂടി നാണക്കേട് പിടിച്ചു കെട്ടേണ്ടതാണ്. പിന്നെ എന്റെ തോന്നല് ഈ തള്ളമാരാണ് എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് തന്തമാർക്ക് ഇത് ഉത്തരവാദിത്വം ഇല്ലയോ? എടോ, ഇത് കാലത്തിന്റെ മാറ്റമാ, അല്ലാതെ ആരും പ്രോത്സാഹിപ്പിക്കണമല്ല. എന്തുവായാലും രാവിലെ പരിപാടി പ്രേമചർച്ചയിലാണോ? എടാ നവാസേ, നിനക്ക് എന്തെങ്കിലും പുതിയ കോളുമല്ലോ ഒത്തിട്ടുണ്ടോടാ? സാറേ ഒന്ന് രണ്ടെണ്ണത്തിന് നോക്കിയതാ. സുഗറ, ഫാത്തിമ, ഖദീജ. ഖദീജ ഉണ്ടല്ലോ. പക്ഷേ ഇമാരെല്ലാം കൂടെ പോയതാ. നവാസേ, നീ വിവരം അറിയുവേ? ബാപ്പ എന്തിനെങ്കിലും മേടിക്കുന്നേ? ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞതല്ലയോ, എന്റെ സമയത്ത് ഇവിടെ ഓടണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ യൂറോപ്പിനെ തോപ്പിക്കുന്ന അവസ്ഥയിലാണ്. തോന്നിയവനോട് അടച്ചോടുന്നതിനായിരിക്കും. ബാപ്പ, പ്രണയം എന്ന് പറയുന്നത് ഒരു ദിവ്യ അനുഭവം. അതിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നവാസേ, നീ താഴെ നിൽക്കണേ. നീ ആവശ്യമില്ലാതെ ചിഹ്നങ്ങൾ നടക്കരുത്. ഈ എക്സ്പയറി ഡേറ്റ് ആയിരിക്കുന്ന പാപ്പയോട് പറഞ്ഞിട്ടേ എന്തോ കാര്യം ഞാനങ്ങ് വീഴും. അതെ സാർ. അനീബ, ഇന്നത്തെ ഒളിച്ചോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണും പെണ്ണും യോജിച്ചവരാണ്. ആണോ പെണ്ണോ ഏതെങ്കിലും ഒന്നലവലാതിയായിരിക്കും. ഇവത്തുങ്ങളൊക്കെ എങ്ങനാ പ്രണയിച്ചെന്ന് എന്റെ അമ്മോ, നമ്മൾ അത്ഭുതം വിട്ടുപോകുകയെ. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നേ. പിന്നെ നമ്മളാണ് ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിച്ച് ഈ ലോകം വഷളാക്കുന്നത്. എന്റെ അച്ചായ, നിങ്ങൾ ഉപയോഗിച്ച വാക്ക് ലോകമെന്ന, നമ്മുടെ നാടെന്നല്ല. അത് തന്നെയാണ് മാറ്റവും. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ വിരൽ തുമ്പിൽ ലോകമുണ്ട്. അവർക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാം, സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഒരുത്തനും നോക്കി പോലും പേടിപ്പിക്കത്തില്ല. സ്വന്തം ഇണയെ എവിടെ നിന്ന് സ്വീകരിക്കാം, ഒന്നിനും അതിരിക്കില്ലെന്നേ. മിക്ക വീടുകളിലും ഈ വയസ്സായവര് മാത്രം. രണ്ടാമത്തെ നില തുറക്കാൻ ആളില്ല. അവരൊക്കെ വീട്ടിൽ കിടന്ന് മരിച്ച തൊട്ട അയൽപ്പക്കാർ അറിയുന്നതിന് മുമ്പേ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളറിയും. പിന്നെ മോർച്ചറിയിലെ 90 കഴിഞ്ഞ മാതാപിതാക്കളെ 3-4 ദിവസം മോർച്ചറി കിടത്തി ഫ്രീസറിൽ നിന്ന് എടുത്ത് സകല അനാദരവോടുകൂടി സംസ്കരിക്കും. എന്റെ അച്ചായ, ഇതൊക്കെ ആരോട് പറയാനാണ്? 4 വർഷമായി തിരിഞ്ഞു നോക്കാത്ത മക്കൾക്ക് വേണ്ടി 4 ദിവസം മോർച്ചറിയിൽ, എന്നിട്ട് 5-ാം ദിവസം നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി വയറ് നിറച്ച് സത്യ കൊടുത്ത് സായുജ്യമടഞ്ഞു. ഈ മക്കളൊക്കെ അങ്ങ് തിരിച്ചു പോകും. അതോടെ തീർന്നു സകല ബന്ധവും. പിന്നെ കുമാരൻ സാറിന്റെ കാര്യത്തില് സാറ് വൃദ്ധസ്ഥാനത്തിലേക്ക് പോകുന്നില്ല തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും മക്കളും ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ഞങ്ങള് അദ്ദേഹത്തോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പോവുക. ഡിസ്ചാർജ് ആയതിനു ശേഷമേ ഞാനും ചന്ദ്രൻ ഈ മടങ്ങി വരുന്നുള്ളൂ. എന്താ പോയിട്ട് സാറേ, വളരെ നല്ലത്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ വന്നതേ സാറും ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് ഞാൻ അറിഞ്ഞു. ഒന്ന് കാണണമെന്ന് തോന്നി. റൂമിൽ വന്നപ്പോ സാറിനെ കണ്ടില്ല. അതാ പത്രം വായിച്ചു. എല്ലാം ക്രൂരതയുടെ വാർത്തകളാണ്. പത്രം വായിച്ച ഇക്കണ്ട മനുഷ്യന്മാരെല്ലാം ക്രിമിനലുകളാണെന്ന് തോന്നിപ്പോ.
എന്തൊക്കെ വാർത്തയാക്കണ്ടായോ അതെല്ലാം ഇവന്മാര് വാർത്തയാക്കിയിട്ടുണ്ട്. സാർ അത്തരം വാർത്തകൾ വായിക്കണ്ട. വാർത്തയുടെ പുതിയ സംസ്കാരം വാർത്തയുടെ എത്തിക്സിന് ചേർന്നതല്ല, എല്ലാം പക്ഷപാതങ്ങളുടെയാണ്. അല്ല സുജാതെ, ഈ പത്രം വായിച്ച എന്ത് വിശ്വസിക്കും, എന്ത് വിശ്വസിക്കാതിരിക്കും? ഇപ്പൊ കോടികൾ മുതൽ മുടക്കുന്ന ബിസിനസ്സായി മാറിയില്ലേ പത്രപ്രവർത്തനം? എന്തിനു പറയുന്നത്, മാധ്യമ പ്രവർത്തകര് പോലും ഇപ്പം വെറും തൊഴിലാളികളായി മാറിയിരിക്കുക. അറിഞ്ഞിരിക്കട്ടെ, ഞാൻ ഇന്നലെ മുഴുവൻ സുജാതയുടെ കഥയിലൂടെ മനസ്സങ്ങനെ കടന്നു പോവുകയായിരുന്നു. എന്റെ ജീവിതാവസ്ഥയുമായി എന്തൊരു സമാനത! എന്റെ മുമ്പിൽ ആ മനസ്സ് മലർക്കെ തുറന്നപ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുകളിൽ സുജാതയുടെ ജീവിതം ഞാൻ കണ്ടു. ഞാൻ തുറന്നു പറഞ്ഞത് രണ്ട് കാരണം കൊണ്ടാണ്. എന്റെ മനസ്സിൽ തിങ്ങി വിങ്ങി നിറഞ്ഞു നിന്ന ഈ ഭാരം എവിടെയൊന്ന് ഇറക്കി വെക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ സാറിനെ കണ്ടത്. വല്ലാത്തൊരു അഭയം എനിക്ക് തോന്നി. 2 ആഴ്ചത്തെ പരിചയം ദീർഘകാല ബന്ധമായതുപോലെ. നമ്മള് 2 ആഴ്ചത്തെ പരിചയമുള്ളുവെങ്കിലും 2 പതിറ്റാണ്ടിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചില്ലേ? എന്നെ ഭാര്യയും മക്കളും എങ്ങനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചോ അതേ മാർഗമാണ് സുജാത ഉപേക്ഷിക്കാനും മക്കൾ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ വാർദ്ധക്യത്തെ എല്ലാ മക്കളും ഒരുപോലെ കാണണമെന്നാണ്. സാറേ, 60 കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, രോഗം വരാതിരിക്കാൻ. രോഗിയായോ അപ്പൊ തുടങ്ങും അവഗണന. ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ സഹിച്ചേക്കാം. ഇതുപോലെ സ്ട്രോക്ക് വന്ന് തളർന്നു പോയാ പിന്നെ ഒഴിവാക്കാനുള്ള മാർഗം നോക്കും. അവിടെയാണ് വൃദ്ധസദനം അവരുടെ രക്ഷയ്ക്കെത്തുന്നത്. എന്നെയും പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. തളർന്നിട്ടും ഞാൻ പിടിച്ചു നിന്നത് ഒരു നേഴ്സായിരുന്നത് കൊണ്ടാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും വൃദ്ധസദനം എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഒരു ശിക്ഷ തന്നെയാണ്. എന്നെ ഭാര്യയും മക്കളും കൊണ്ടുപിടിച്ച് ശ്രമിച്ചു അവിടെ എത്തിക്കാൻ. എനിക്ക് സ്ട്രോക്ക് വന്ന് തളർന്നപ്പോ എന്റെ മക്കളും ഭർത്താവും കരുതി ഞാൻ പൂർണ്ണമായും കിടപ്പിലായി. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലത്. അതാ എന്റെ ഭർത്താവ് പോലും എന്നെ ഉപേക്ഷിച്ച് സുരക്ഷിത ഇടം തേടി മക്കളോടൊപ്പം അങ്ങ് വിദേശത്ത് പോയി. സാറിന്റെ കാലിന്റെ വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഷുഗർ കൂടി വിരല് മുറിച്ച് തന്നെയോ? ഇനി പഠിക്കാതിരിക്കാൻ നോക്കണം. ഇപ്പൊ ആകെപ്പാടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുറച്ചു ദൂരമെങ്കിലും നടക്കണമെങ്കിലും ആരുടെങ്കിലും ഒക്കെ സഹായം. സുജാതയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കേട്ടു. എങ്ങനെ മാറ്റം വല്ലതൊക്കെ ഉണ്ടോ? ഒരു വശം തളർന്നു പോയ എനിക്ക് ഇനി കൈയുടെ പ്രശ്നമേ ഉള്ളൂ. കാലിൻ്റെത് മാറും. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ദീർഘകാലം ഒരു മനുഷ്യനെയും പരീക്ഷിക്കില്ല. മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെ പറയാവുന്ന കാലമെല്ലാം കഴിഞ്ഞു പോയില്ലേ? ഒരു സ്ത്രീ ഒരു ജീവന്റെ കണിക ഗർഭപാത്രത്തിൽ വളരുന്നു എന്ന് അറിയുമ്പോ എത്ര കരുതലോടെയാണ് അതിനെ സൂക്ഷിക്കുന്നത്. ഒരമ്മയ്ക്ക് മാത്രം കഴിയും. പിന്നെ ഭൂമി വിളർത്തുന്നത് പോലെയുള്ള വേദന അനുഭവിച്ച് ആ കുഞ്ഞു പിറന്ന് ഈ ലോകത്തെ നോക്കി കരയുമ്പോ ആ പ്രസവത്തിനും പേര് സുഖപ്രസവം എന്നാണ്. ഇതൊക്കെ ഒരമ്മയ്ക്ക് പറയാൻ കഴിയുന്ന വെറും വരങ്കഥകളല്ലേ? ഇപ്പോ അമ്മയുടെ കഥ കേൾക്കാൻ മക്കളെവിടെ? പ്രസവിച്ച കുഞ്ഞ് ആദ്യകാലത്തും പതുക്കെ വളരുമ്പോഴും അമ്മയുടെ ചോരയായ മുലപ്പാൽ കുടിച്ച് കണ്ടിട്ടില്ല. കൈകാലുകളിലൊക്കെ പ്രകടിപ്പിക്കുന്ന സന്തോഷം ഒരമ്മയ്ക്ക് നൽകുന്ന നിർവൃതി വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ? ആ അമ്മയ്ക്കാണിപ്പോ വൃദ്ധസദനം.
വിശ്വാസം എന്ന നൂൽപാദമാണ് ദാമ്പത്യം. എത്ര പെട്ടെന്നാണ് അത് പൊട്ടിച്ചെന്റെ സരോജിനി പോയത്. സുജാതയ്ക്കും അത് തന്നെ സംഭവിച്ചു. സാറിനെ അർദ്ധബോധാവസ്ഥയിലായിരുന്നു ഈ വാർഡിൽ കൊണ്ടുവന്നത്. അന്ന് കൈ തളർന്ന ഈ ഞാനും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ശുശ്രൂഷ. സുജാതെ, ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പം കൂടെ ഉള്ളവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അങ്ങനെ നോക്കുമ്പോ സുജാതയും എന്റെ ആത്മബന്ധുവാ. വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് എനിക്ക് സുജാതയോട്. ആശുപത്രിയിലായ വിവരം ഭാര്യയും മക്കളെ അറിയിച്ചോ? അറിയിച്ചു. എന്നാ പിന്നീട് അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ഞാൻ ആ മണ്ടത്തരത്തിനും പോയില്ല. നമ്മൾ ഓരോ വർഷം കൊണ്ട് തളർന്നവരല്ലേ. ഒന്നിച്ചു നിന്നാൽ ഒരാൾക്ക് തുണയായി മാറും. സാർ എന്താ പറഞ്ഞു വരുന്നത്? നമ്മളെ ഇണകളും മക്കളും ഉപേക്ഷിച്ചവരാണ്. അവർ നൽകിയ വൃദ്ധസദനമെന്ന ഉപഹാരം നിഷേധിച്ചവർ. എനിക്ക് തളർന്ന കൈയാണെങ്കിലും ഈ നല്ല ഹൃദയത്തിനോട് ആദരവാണ്. ഞാൻ തുറന്നു ചോദിച്ചോട്ടെ, ഇനിയുള്ള കാലം എന്നോടൊപ്പം ഉണ്ടാകുമോ? എനിക്കൊരു താങ്ങായി, ഒരു തണലായി. ഞാൻ ആ തളർന്ന കൈകൾക്ക് ജീവൻ നൽകാം. എന്റെ മനസ്സിലും അറിയാതെ വന്ന തോന്നല സാറിനോട് പറഞ്ഞു. ഇനിയുള്ള കാലം വയ്യാത്ത കാലുള്ള സാറിനെ പരിചരിച്ച് ജീവിക്കണമെന്നൊരു മോഹം. അതിനെ ഇഷ്ടമെന്നോ സ്നേഹമെന്നോ പ്രണയമെന്നോ വിളിക്കാം. വയസ്സായവരുടെ നിസ്സഹായ അവസ്ഥയും ആക്ഷേപഹാസ്യമാക്കുന്ന നാടാണിത്. അതുകൂടെ ഓർമ്മ വേണം. അതിരിക്കട്ടെ, നമ്മളെ രണ്ടുപേരെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയുന്നു. എന്റെ വസ്ത്രങ്ങളൊന്ന് അടുക്കി പെറുക്കി വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? പിന്നെന്താ സാറേ, ഞാൻ സഹായിക്കാം. എന്നാലും ഒരു ചോദ്യം ബാക്കി. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇനിയുള്ള യാത്ര എങ്ങോട്ടെന്നാണെന്നോ ഇനി എന്ത് ചെയ്യണമെന്നോ ഒരു നിശ്ചയവുമില്ല. കാലം കടന്നു ഞാനെത്തി നിൽക്കുന്നിതാ ജീവിത പുസ്തകം കാട്ടിടുമോ? കാലം കടന്നു ഞാനെത്തി നിൽക്കുന്നിതാ ജീവിത പുസ്തകം കാട്ടിടുമോ? ആമുഖമായി പറയുന്നതൊക്കെയും ആഡംബരത്തിന്റെ കഥകൾ മാത്രം. താളുകൾ മറിയുമ്പോൾ അറിയുന്നതൊക്കെയും അറിയാതെ പോയൊരു ജീവിതങ്ങൾ. ഒന്നുമില്ലാതെ ഈ മണ്ണിലേക്കെത്തി ഞാൻ എന്തൊക്കെയോ നേടി വിഡ്ഢിയായി. ഒന്നുമെടുക്കാതെ പോകേണ്ടി വന്ന ഞാൻ ഏവർക്കും ഇന്നൊരു പാഠമായി. കാലം കടന്നു ഞാൻ എത്തി നിൽക്കുന്നിതാ ജീവിത പുസ്തകം കാട്ടിടുമോ? രണ്ടുപേരും കാണുന്നില്ലല്ലോ. രണ്ടുപേരുടെ കൂടെ ഞാൻ പോരാ. നീ വിവരക്കേട് പറയാനെത്തിനാ നമ്മളോട് പറഞ്ഞ പോകുമോ? അത് ശരിയാ. ഡിസ്ചാർജ് ചെയ്യാൻ ബില്ല് തയ്യാറാക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. പിന്നെ അവരെങ്ങനെ പോകാനാ? എനിക്കതല്ല, ഇനി ഇവരുടെ കാര്യം ആലോചിക്കുമ്പോഴാ വിഷമം. രണ്ടുപേരും ഇനി ഒറ്റപ്പെട്ട രണ്ട് വീടുകളിലേക്കല്ലേ പോകേണ്ടത്. എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷെ അവിടെ തളരരുത്. സഹായികളായി ആരെങ്കിലും ഒക്കെ എത്തും. ഇപ്പൊ ഇവർക്ക് സഹായമായിട്ട് നമ്മൾ വന്നില്ലേ, അതുപോലെ. ആ സാറ് വന്നല്ലോ. വന്നിട്ട് കുറച്ചു നേരം ആയോ? എന്തേ ഉള്ളൂ സാറേ? അങ്ങോട്ടേക്ക് സാറേ, സുജാത ചേച്ചി, രണ്ടുപേരും ഇപ്പൊ ഡിസ്ചാർജ് ആകും. വീട്ടിലോട്ട് പോകാം. അപ്പോഴേ സാറേ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട.
ഞാനും സുജാതയും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാ. ഞങ്ങളെ ആർക്കും വേണ്ട. എന്നിട്ടും നിങ്ങൾ എത്തിയില്ലേ? ഈ രണ്ട് സംഘടനകൾ കൂടി ചേരുമ്പോ ഒരു സന്തോഷമില്ലയോ? അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്ന വാക്കിന് എന്താ അർത്ഥം? കരുണയാണ് പ്രപഞ്ചത്തിലെ കാതലായ സത്യം. യഥാർത്ഥത്തിൽ ഒന്നിച്ചു ചേരേണ്ടവർ നിങ്ങൾ രണ്ടുപേർ. പ്രകൃതിക്ക് ചില തമാശകളൊക്കെ ഉണ്ട്. മനപ്പുറത്തമുള്ളവർ കണ്ടുമുട്ടുമ്പോഴേക്കും ജീവിതം അവർ ചെയ്യും. അണയുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം, നമ്മുടെ കുമാരസാറിലും സുജാത ചേച്ചിയിലും ബില്ലെത്തിയോ? ബില്ല് നമ്മുടെ ഓക്കെ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും. എന്തായാലും വീട്ടിൽ നമുക്ക് ഇവിടെ പോകാനല്ലോ. എനിക്കൊരു തോന്നൽ, കത്തിത്തീരാൻ ഇനി അധികം സമയമില്ലെങ്കിലും നമ്മളിങ്ങനെ തോറ്റു കൊടുക്കണം. സാർ പിന്നെയും പറഞ്ഞു വരുന്നത് നിങ്ങൾ പരസ്പരം സഹായികളായി ഒന്നിച്ച് ജീവിക്കണമെന്ന്. സാറേ, സമൂഹം വെറുതെ ഇരിക്കുമോ? കളിയാക്കി ചിരിക്കും, പരിഹാസ കഥാപാത്രങ്ങളാക്കും. ഇപ്പോ നമ്മളെ ഉപേക്ഷിച്ച് പോയ മക്കളും കുടുംബവും നാട്ടിലെത്തി അവരോടൊപ്പം ചേരും. എന്റെ സുജാത ചേച്ചി, മക്കൾ അവരുടെ സുഖവും സ്വത്വവും തേടി പോയവർ. എന്നിട്ട് വൃദ്ധസദനത്തിൽ പോകാൻ പറഞ്ഞവർക്ക് നിങ്ങളുടെ മേലെന്താ അവകാശം? മാത്രമല്ല എന്തിനാ, പുതിയ കാലത്ത് ലിവിംഗ് ടൂർ അനുവദനീയമാണ്, വ്യാപകവുമാണ്. ഇഷ്ടമുള്ള ആണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാം. ഇഷ്ടമില്ലെങ്കിൽ പിരിയും ചെയ്യാതെ. എങ്കിൽ പിന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പരസ്പര സഹായികളായി ഒരുമിച്ച് വീട്ടിലൊക്കെ കഴിഞ്ഞുകൂടെ? അതെ, പരസ്പര സഹായികളായി 2 ഊന്ന് പഠിക്കും. വയ്യാതെ വന്നാലും അച്ഛനും അമ്മയും നടന്നുകൊടുത്ത മക്കളെ നോക്കി പറയട്ടെ, ഇനി ഞങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുതള്ളാൻ നിന്ന് തരില്ല. നമുക്ക് കുമാരൻ സാറിന്റെ വീട്ടിലേക്ക് പോകാം. ഞാനും തയ്യാറാ സാറേ. ഇടത് ഭാഗമായി ഞാനും, വലതു ഭാഗമായി സാറും. സുജാതയുടെ മനസ്സിനൊപ്പം ഞാനും ചേരുന്നു. ശിഷ്ട ജീവിതം നമുക്ക് ഒരുമിച്ച്. നിങ്ങളാണ് യഥാർത്ഥ മാതൃക. ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. സാറേ, ഈ സന്തോഷ വാർത്ത നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കാം. ഞാൻ എല്ലാരും അറിയിക്കും. എല്ലാരും എപ്പോഴും തോന്നുന്നു. എല്ലാരും വന്നല്ലോ. കുമാരൻ സാറേ, എല്ലാരും തക്ക സമയത്ത് എത്തിയിട്ടുണ്ട്. കുറ്റവന് ഉപേക്ഷിച്ചു പോയ 2 പേരുടെ അപൂർവമായ സംഗമമാണിത്. വാർദ്ധക്യത്തിലെത്തിയവരുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. ചിലതൊക്കെ നാം സ്വയം പ്രതിരോധിക്കണം. അങ്ങനെ അപൂർവമായ ഒരു പ്രതിരോധമാണ് കുമാരൻ സാറിന്റെയും സുജാത ചേച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. കുമാര സംഭവം. ചന്ദ്ര, 2 തുളസിമാലകൾ. അതൊന്നും വേണ്ട. ഇവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചവരാ. അവസാനം അവർ ഉപേക്ഷിച്ചു പോയപ്പോൾ തുറന്നു വന്നൊരു വഴിയായത്. ഇവർക്ക് ഈ സമൂഹത്തിന്റെ പിന്തുണ മതി. അല്ല, അച്ഛന്മാരും അമ്മമാരും എല്ലാം എത്തിയോ? സംഭവങ്ങളൊക്കെ ഞാനും കൂടെ ഉണ്ട്. ജീവിത സാഹചര്യത്തിൽ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്ന ഞങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾ കേൾക്കുന്നില്ല. വിഷമിക്കേണ്ട സാറേ, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. ഇനി ഇവർ ഇണയും തുണയുമായി ഒന്നിച്ച് ജീവിക്കട്ടെ. മംഗളാശംസകൾ. ആറ്റുനോറ്റ് വളർത്തി വലുതാക്കിയ രക്ഷകർത്താക്കളെ വൃദ്ധസദനമെന്ന കാരാഗൃഹത്തിലേക്ക് തള്ളിവിടുന്നതിനു മുൻപ് മക്കളായവർ ഓർക്കുക, നിങ്ങളും വയസ്സാകുന്ന കാലം വിദൂരമല്ല. പതറി പദം പറഞ്ഞുലയുന്ന നേരത്ത് ഒരു കുഞ്ഞു സാന്ത്വനത്തലോടനിൽ വിരൽ തുമ്പിൽ പിടിച്ച് പുനർജന്മമെടുത്തൊരിക്കൽ കൂടി ഞാനെന്നെ സ്ഫുടം ചെയ്തുണർത്തട്ടെ. ഞാനെന്നെ സ്ഫുടം ചെയ്ത് ഉണർത്തട്ടെ. ഞാനെന്നെ സ്ഫുടം ചെയ്ത് ഉണർത്തട്ടെ.